ഹലോ. അപ്പോൾ എല്ലാവരും എന്തെടുക്കുക? സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? ഞാൻ പറയാറില്ലേ സൺഡേ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ലേസി ഡേ ആണ്. അപ്പോൾ ഇച്ചിരി വൈകിയാണ് എണീറ്റത്. അപ്പോൾ മുറ്റത്തൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെയാണ് അടുക്കളയിൽ കയറിയത്. അപ്പോൾ അതേ ചായ വെച്ചു. പിന്നെ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ജലദോഷമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ വലിയ സുഖമൊന്നുമില്ല ഒന്നും ചെയ്യാനൊന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് പുട്ടുപൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടും പഴമാണ്. അപ്പോൾ അതേ പുട്ടൊക്കെ വേഗം ഉണ്ടാക്കി ഞങ്ങൾ എന്താ പറയുക, സൺഡേ ആകുമ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ചില്ലടിച്ചൊക്കെ ഇരിക്കും പാട്ടൊക്കെ കേട്ട്. അപ്പോൾ അതേ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അമ്മയും പപ്പയൊന്നുമില്ല, അവർ വേറെ ഓരോ വഴിക്ക് പോയേക്കാണ്. അപ്പം ഞങ്ങളിതേ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഇനി ഒരു വഴിക്ക് പോകാനുണ്ട്. എവിടേക്കാന്ന് വെച്ചാൽ നമുക്ക് പട്ടിക്കാട് ടൗൺ വരെ പോകണം. കാരണം ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഇറച്ചിയും കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ മോൻ്റെ മുടി വെട്ടണം, അതുപോലെ എൻ്റെയും കൂടി മുടി വെട്ടണം. അത് കാരണം കൊണ്ട് എന്താ പറയുക, നമ്മൾ ടൗണിൽ വരെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇതേ റെഡി ആയിട്ട് ഇറങ്ങി ടൗണിലൊക്കെ പോയി മോൻ്റെ മുടിയൊക്കെ വെട്ടി. അത് കഴിഞ്ഞിട്ട് ഇതേ എൻ്റെ മുടിയൊക്കെ വെട്ടി. കണ്ടോ, എൻ്റെ മുടി ആകെ പോയി. അത് കാരണം കൊണ്ട് മുടിയൊക്കെ വെട്ടി വേഗം വീട്ടിലെത്തി കറിയൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്താ പറയുക റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ഞങ്ങൾ പോകുന്ന എന്താ പറയുക നമ്മുടെ ഇവിടെ യൂണിറ്റിൻ്റെ വാർഷികമാണ്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അതേ അടുത്താണ്, അതുകൊണ്ടാട്ടോ നടന്നു പോകുന്നത്. അപ്പോൾ അവിടെ പോയി പരിപാടികളൊക്കെ കണ്ട് അവനൊക്കെ ചില്ലടിച്ച് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് മോനൊരു ബലൂണൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നു.